ഹലോ വ്യൂവേഴ്സ്, ബ്ലെൻഡ് ടോക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പം ഇന്ന് നമ്മുടെ 71ാമത് നാഷണൽ ഫിലിം അവാർഡിന്റെ പുരസ്കാര ചടങ്ങുകളായിരുന്നു. അപ്പം മലയാളത്തിൽ നിന്ന് നമ്മുടെ ലാലേട്ടൻ, അതുപോലെ തന്നെ ഉർവശി, വിജയരാഘവൻ എന്നിവരൊക്കെ ഉണ്ടായിരുന്നു. ഷാരൂഖ് ഖാൻ ഒക്കെ ഉണ്ടായിരുന്നു ബെസ്റ്റ് ആക്ടറായിട്ട്. അപ്പം ഇന്നായിരുന്നു 2023 ആ പുരസ്കാര ചടങ്ങ് സംഘടിപ്പിച്ചിരുന്നത്. അപ്പം നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടന് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കൂടെ ഇന്ന് ഈ ചടങ്ങിൽ വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണേണ്ട പരിപാടി തന്നെയാണ് കേട്ടോ. എല്ലാ ചാനലുകളും വളരെ ലൈവായിട്ട് ഉണ്ടായിരുന്നു ഈ പ്രോഗ്രാം. നമ്മൾ മലയാളികൾക്ക്, ഓരോ സിനിമാ പ്രേമികൾക്കും, ഓരോ മലയാളികൾക്കും അഭിമാനിക്കാൻ പറ്റിയ ഒരു മുഹൂർത്തം കൂടായിരുന്നത്. ലാലേട്ടന്റെ കൂടെ തന്നെ നമ്മുടെ വിജയരാഘവന, ഉർവശി ഒക്കെ അവാർഡിന് അർഹനായിട്ടുണ്ടായിരുന്നു. ഇന്ന് ആ അവാർഡ് ദാന ചടങ്ങായിരുന്നു. എന്താ പറയണ്ടേ, മലയാളത്തിനെ വാനോളം എല്ലാവരും ഈ ചടങ്ങിൽ പ്രശംസിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് ലാലേട്ടനും വിജയരാഘവനും ഉർവശിയും ഒക്കെ എടുത്ത് പരാമർശിക്കുകയും ചെയ്തു. മലയാള സിനിമ ഈ ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സംഭാവനയെ കുറിച്ചൊക്കെ വാതോരാതെ ഈ വേദിയിൽ എല്ലാവരും സംസാരിക്കുന്നുണ്ടായിരുന്നു. ഒരു മലയാളി എന്ന നിലയിൽ, അതുപോലെ മലയാളി പ്രേക്ഷകൻ, മലയാള സിനിമാ പ്രേക്ഷകൻ എന്ന നിലയിലൊക്കെ ഒരുപാട് അഭിമാനം തോന്നിയ ഒരു സമയം കൂടിയായിരുന്നു ഇത്. ഈ ലൈവ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത്രത്തോളം നമുക്ക് അഭിമാനം ഉണ്ടായിരുന്നു. ഏതും പറയാനായിട്ട് നമ്മുടെ എല്ലാം ലാലേട്ടന് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ്, അതായത് മലയാള സിനിമാ രംഗത്ത് നിന്ന് 2006 ശേഷം, നമ്മുടെ അടൂറിന് ശേഷം ലാലേട്ടന് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല ഗൈസ്. അത്രത്തോളം മനോഹരമായിരുന്നു. മലയാള സിനിമയിൽ നിന്ന് വളരെ ചുരുക്കം ആൾക്കാർക്ക് ഇത് കിട്ടിയിട്ടുള്ളൂ. സിനിമാ ചരിത്രത്തിൽ പരമോന്നതമായിട്ടുള്ള ഒരു പദവി കൂടെയാണ് കേട്ടോ, ഒരു ബഹുമതി കൂടെയാണ് ഈ ദാദാസാഹിബ് ഫാൽക്കെ ഫിലിം അവാർഡ്. കൂടുതൽ ഞാൻ അതിനെക്കുറിച്ചൊന്നും ദീർഘമായിട്ട് പറയുന്നില്ല. നമുക്ക് നേരെ അവാർഡ് ദാന ചടങ്ങിന്റെ വിഷ്വലിലേക്ക് ജസ്റ്റ് പോവാം. सर्वोच्च सम्मान दादा साहेब फाल्के पुरस्कार को प्रदान करने का इस वर्ष दादा साहेब फाल्के पुरस्कार का सम्मान प्राप्त कर रहे हैं विख्यात एवं प्रतिष्ठित अभिनेता, 5 बार राष्ट्रीय फिल्म पुरस्कार विजेता, पद्म भूषण एवं पद्मश्री से सम्मानित श्री मोहनलाल जी. അഭിമാനം മക്കളെ. ഇനി മോഹൻലാൽ ജി എന്ന് വിളിച്ച് പുള്ളി സദ്യയാണെന്നൊന്നും പറയേണ്ട ആൾക്കാർ കേട്ടോ. നമ്മുടെ നാട്ടിൽ ചേട്ടാന്നൊക്കെ നോർത്ത് ഇന്ത്യയിലോട്ട് ജി കൂട്ടി के प्रति सम्मान है दादा साहेब फाल्के लाइफ टाइम अचीवमेंट पुरस्कार. Legendary actor, director and producer Shri Mohanlal is being honored with Dada Saheb Phalke Award for the year 2023 in the 71st National Awards for his unparalleled contribution to Indian cinema. Best known for his work in Malayalam cinema, Mohanlal, widely referred to as the complete actor, has appeared, ladies and gentlemen, in over 360 films across a career spanning almost 5 decades, delivering landmark performances in films such as Bharatam, Vanaprastham, Drishyam and more. I request Honorable President to please come forward, ma'am, to deliver the award, and I invite on stage iconic actor Shri Mohanlal. करतब ध्वनि के साथ स्वागत करें पद्मश्री, पद्म भूषण से सम्मानित हर दिल अजीज विलक्षण अभिनय प्रतिभा के धनी श्री मोहनलाल जी का. ये सम्मान श्री मोहनलाल जी को उनके शानदार योगदान, अद्भुत अभिनय और कला के लिए दिया जा रहा है, जिन्होंने सिनेमा को नया रूप दिया, कई कलाकारों को प्रेरित किया और खुद को एक महान कलाकार के रूप में साबित किया. Shri Mohanlal being recognized for his monumental contributions, unparalleled versatility, artistry that have profoundly shaped narrative cinema, inspired generations of artists, cemented his legacy as a cultural phenomenon and a great master of his craft. അഭിമാനം. സദുഖാൻ ജി, എല്ലാം ജിയാണ് കേട്ടോ. श्री मोहनलाल जी को दादा साहेब फाल्के लाइफ टाइम अचीवमेंट पुरस्कार की ढेरों बधाई. Thank you, Honorable President and distinguished guests. Many congratulations, Shri Mohanlal. Ladies and gentlemen, we now play a short film that takes us through the life and times of the icon of Indian cinema, Mohanlal.
അങ്ങനെ നമ്മുടെ ലാലേട്ടൻ അവാർഡ് ഒഫീഷ്യലായിട്ട് കൊടുത്തിരിക്കുകയാണ്. അതിനുശേഷം ചെറിയൊരു വീഡിയോ കാണിച്ചിട്ടുണ്ട്, അവിടെ ഷോർട്ട് ഫിലിം പോലെ ലാലേട്ടനെ. അതെനിക്ക് അത്ര വലിയ സംഭവമായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഇവിടുത്തെ പിള്ളേരുടെ കൊടുത്തിരുന്നെങ്കിൽ ഒന്നും വേണ്ട, 2K പിള്ളേരുടെ എടുത്ത് കൊടുത്തിരുന്നെങ്കിൽ അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്ത് വെട്ടിയിട്ട് അങ്ങോട്ട് തന്നേനെയാണ്. നല്ല ഇടിവെട്ട് സാധനം. ഇത് പണ്ട് ദൂരദർശനിൽ കാണിച്ച പോലെ ഒരു ചപ്പളാത്തി ഒരു സാധനമാണ് എടുത്ത് ഷോർട്ട് ഫിലിം ആയിട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ ദൂരദർശനിയൊക്കെ കാണുന്ന പോലെ പിള്ളേരുടെ ഇട്ട് കൊടുക്കണ്ടേ, അവരടിച്ച് കയ്യിൽ തരില്ലേ മോനെ. കണ്ടാൽ രോമാഞ്ചം വരുന്ന സാധനങ്ങൾ നമ്മുടെ ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് ചെയ്ത് ഇറക്കുമല്ലേ. വെറുതെ കുറച്ച് സാധനങ്ങളൊക്കെ തട്ടിക്കൂട്ടി വെച്ചു, അതുകൊണ്ട് അത് കാണിക്കുന്നില്ല. അടുത്തത് പോകുന്നത് നമ്മുടെ സ്വന്തം ലാലേട്ടന്റെ പ്രസംഗത്തിലേക്കാണ് കേട്ടോ. അവാർഡ് സ്വീകരിച്ച ശേഷം നമ്മുടെ ലാലേട്ടൻ ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട്. കുറച്ച് മലയാളമൊക്കെ പറഞ്ഞിട്ട് നല്ല മാസ് സെറ്റപ്പായിട്ട് സംസാരിച്ചിട്ട് നമുക്ക് അത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. Draupadi Murmuji, respected Minister for Information and Broadcasting Sri Ashwini Vaishnavji, esteemed dignitaries, cherished colleagues from the film fraternity, ladies and gentlemen. It's with profound pride and gratitude that I stand before you today, having received the prestigious Dada Saheb Phalke Award, an honor instituted by the Government of India in the name of the revered father of Indian cinema. As a representative of the Malayalam film industry, I am deeply humbled to be the youngest recipient and only the second ever from the state to be bestowed with this national recognition. This moment is not mine alone. It belongs to the entire Malayalam cinema fraternity. I see this award as a collective tribute to our industry, legacy, creativity, and resilience. When I first received the news from the center, I was overwhelmed not merely by the honor, but by the privilege of being chosen to carry forward the voice of our cinematic tradition. I believe this is a destiny's gentle hand, allowing me to accept this award on behalf of all those who have shaped Malayalam cinema with their vision and artistry. To be honest, I never dared to dream of this moment, not even in my wildest dreams. And so this is not a dream come true. This is something far greater. It's magical. It's sacred. It roots me more deeply in gratitude and responsibility. I accept this award as the blessing of my forerunners, the legendary masters of Malayalam cinema, past and present. I dedicate it to them, to the vibrant Malayalam film industry, and to the discerning, intelligent audience of Kerala who have nurtured our art with love and insight. As Kumaran Ashan, the great poet, reformer, and philosopher once wrote in Veena-Poovar, Chidayilayunnu poyathu mallu chiramanoharamaya poovidu. This flower did not merely fall into the dust. It lived a life of beauty. Let this moment be a tribute to all those who bloomed with brilliance and faded with grace, leaving behind a fragrance that continues to inspire. As an actor and film personality, this honor strengthens my resolve. It deepens my commitment to cinema, and I pledge to continue my journey with renewed sincerity, passion, and purpose. In closing, I extend my heartfelt thanks to the Government of India, Honorable Rashtrapati Ji, Honorable Prime Minister Sri Narendra Modi Ji, the Ministry of Information and Broadcasting, and the esteemed members of the jury who found me worthy of this accolade. എൻ്റെ ആത്മാവിൻ്റെ സ്പന്ദനമാണ് സിനിമ. സിനിമ is the heartbeat of my soul. ജയ് ഹിന്ദ്. സൂപ്പർ അടിപൊളി പ്രസംഗമായിരുന്നു കേട്ടോ. വാരി വലിച്ചൊന്നും പറയില്ല, പറയാനുള്ളത് വളരെ നീറ്റായിട്ട് പറഞ്ഞു, വളരെ സൂപ്പറായിട്ട് പറഞ്ഞു, വളരെ കണ്ണിങ് ആയിട്ട് പറഞ്ഞു. നല്ല അടിപൊളി പ്രസംഗമാണ് കേട്ടോ. മലയാളമൊക്കെ ഉൾപ്പെടുത്തി നല്ല വൃത്തിയായിട്ട് പറഞ്ഞു. ഇനിയിപ്പോൾ ആര് എഴുതി കൊടുത്തതാണോ അല്ല പുള്ളി സ്വന്തം എഴുതിയതാണോ എന്നൊന്നും അറിയില്ല, പക്ഷെ പറയേണ്ട കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പുള്ളി പറഞ്ഞിട്ടുണ്ട്. നല്ല കയ്യടി നേടിയിട്ടുണ്ട്. അങ്ങനെ മലയാളത്തിന്റെ അഭിമാനമായി നമ്മുടെ ലാലേട്ടൻ ഇതാ ദാദാ സാഹിബ് ഫാൽക്കെ ഫിലിം അവാർഡ് ഇങ്ങനെ എടുത്തുകൊണ്ട് നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. വർഷങ്ങൾക്ക് ശേഷം ഒരു മലയാള ആക്ടറിന് കിട്ടുന്ന ഒരു
റെക്കഗ്നൈസേഷൻ ആണ്, ഒരു അവാർഡാണ്. രാജ്യത്തെ ഏറ്റവും വലിയ പരമോന്നതമായ ചലച്ചിത്ര മേഖലയിൽ കൊടുക്കുന്ന ബഹുമതി എന്ന് വേണം പറയാനായിട്ട്. അത്രത്തോളം അത് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ലാലേട്ടനെ സംബന്ധിച്ചോളം ഇനി വലിയ അവാർഡുകളൊന്നും കിട്ടാനില്ല. ഏകദേശം എല്ലാം കിട്ടി. ഇന്ത്യയിലുള്ള അവാർഡുകൾ ഏകദേശം എല്ലാം കിട്ടിയിട്ടുണ്ട്. ഇനി ഇന്റർനാഷണൽ എല്ലാം കിട്ടാനുള്ളേ ഉള്ളൂ. അത് നമ്മുടെ റേഞ്ച് വെച്ചിട്ട് ഇനിയിപ്പം അങ്ങനത്തെ കിട്ടാനൊക്കെ വലിയ കാര്യം ഒന്നും ഉണ്ടാവില്ല, കിട്ടാനുള്ള സാധ്യതയൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ അദ്ദേഹം കരസ്ഥമാക്കാൻ പറ്റിയ നല്ലൊരു ഭാഗത്തോളം അവാർഡുകൾ കരസ്ഥമാക്കി വെച്ചിട്ടുണ്ട്. നാഷണൽ അവാർഡ്, സ്റ്റേറ്റ് അവാർഡ്, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ സംഭവങ്ങളും നേടിയിട്ടുണ്ട്. ഇനി അദ്ദേഹത്തെ തേടി വരാൻ എനിക്ക് തോന്നുന്നില്ല വലിയ വലിയ ബഹുമതികൾ ഉണ്ടെന്നൊക്കെ. കാരണം ഇനി അദ്ദേഹത്തിന്റെ പേര് പറയുമ്പോൾ തന്നെ നമ്മൾ പേര് വിളിക്കുമ്പോൾ തന്നെ പുറകിൽ വാലേ ഓരോരോ ബഹുമതികൾ പറഞ്ഞു വേണം വിളിക്കാൻ. അതിന് തന്നെ കുറെ സമയം എടുക്കും. കാരണം ലെജൻഡറി ആക്ടർ, അദ്ദേഹം അറിയിക്കുന്നുണ്ട് അദ്ദേഹത്തിന് കിട്ടി. പിന്നെ ഇതുമൂലം കുറെ മറ്റേ എന്താ പറയണ്ട വിവാദങ്ങൾ സ്വാഭാവികമായിട്ട് വരും, അതും ഇതുമൊക്കെ ആയിട്ട്. പക്ഷെ ഇതൊന്നും സ്വാഭാവികമല്ല. അർഹിക്കപ്പെടുന്ന ആളുടെ കയ്യിൽ സാധനം എത്തി. അതിനിപ്പോ പൊളിറ്റിക്സോ ജാതിമത സംഭവങ്ങളോ ഒന്നുമില്ല. ഇനി നിങ്ങൾ ഈ വീഡിയോ ക്ലോസ് ചെയ്യാൻ വരട്ടെ. ലാലേട്ടൻ മാത്രമല്ല നമ്മുടെ ഇന്ന് പറയാനുള്ളത്. ഇന്ന് പറയാൻ വേറെ രണ്ടാളൂടെ ഉണ്ട്, നമ്മുടെ വിജയരാഘവനും ഉർവശിയും. ഈ രണ്ടുപേരോടെ ഉണ്ട്. ഈ രണ്ടുപേരുടെ മലയാള സിനിമയുടെ അഭിമാനം ഇന്ത്യയുടെ നെറുകയിൽ എത്തിച്ചിരിക്കുകയാണ്. ലാലേട്ടൻ മാത്രമല്ല, കഴിഞ്ഞ പൂക്കാലത്ത് എന്ന സിനിമയിലെ അഭിനയത്തിനും ഉർവശിക്ക് മറ്റൊരു സിനിമയിലെ അഭിനയത്തിനും നടന്മാരുടെ കാറ്റഗറിയിൽ പിന്നെ അവാർഡ് കിട്ടിയിട്ടുണ്ട്, നാഷണൽ അവാർഡ്. അതുകൂടെ നമ്മൾ മലയാളികൾക്ക് ഓരോരുത്തർക്കും അഭിമാനമാണ്. അതിന്റെ വീഡിയോയുടെ നമുക്ക് ജസ്റ്റ് കണ്ടു നോക്കാം. Shri Vijayaraghavan portrays a character grappling with very truths, delivering a performance of rare poignancy, imbued with quiet power, subtle humor, and profound vulnerability. വിജയരാഘവൻ നല്ല നടനാട്ടോ. തന്നെ ഉർവശിയും വിജയരാഘവനൊന്നും പറയാനില്ല. सुश्री उर्वशी भी ग्रहण कर रही हैं സൂപ്പർ മാൻ. മലയാള സിനിമ ഈ രീതിയിൽ അങ്ങ് എത്തിച്ച് നാഷണൽ ലെവലിൽ ഇന്ത്യ അറിയുന്നു. ഇപ്പൊ മലയാള സിനിമയുടെ പവർ എന്താണെന്നല്ല, മലയാള സിനിമയുടെ ബഡ്ജറ്റിലല്ല കാര്യം, അതിന്റെ കോണ്ടന്റിലാണ് കാര്യം എന്നുള്ളതൊക്കെ നമ്മളിപ്പോൾ അറിയുന്നുണ്ട്. ഈ ലോകമൊക്കെ വന്നപ്പോഴേക്ക് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ മലയാള സിനിമ ഇന്ത്യ മുഴുവൻ വാച്ച് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. OTT ഒക്കെ വന്നതോടെ OTT പ്ലാറ്റ്ഫോമുകളിലൊക്കെ മലയാള സിനിമ എല്ലാവരും ഇപ്പോൾ കാണാനായിട്ട് തുടങ്ങിയിരുന്നു. മലയാള സിനിമയുടെ റീച്ച് കൂടിയിരിക്കുന്നു. എല്ലാവർക്കും ഒരഭിപ്രായമുള്ളൂ, മലയാളത്തിലാണ് കോണ്ടന്റ് വൈസ് സിനിമകൾ വരുന്നത്. അല്ലാതെ കുറെ 10,000 കോടി ഇറക്കി കുറെ ഷോ ഓഫ് നടത്തി ഡാൻസും കളിച്ച സിനിമയാകില്ല എന്ന് അവർ തിരിച്ചറിയുന്ന ഒരു സമയം കൂടിയാണിത്. ഇന്ത്യയിൽ എന്താ അറിയാമല്ലോ, നമ്മൾ വെറും പൈസ കൊണ്ട്, ഇന്ത്യയിലെ പ്രൊഡ്യൂസർ പൈസ കൊണ്ട് കളിക്കുന്ന ഒരു സിനിമയാണ് ഹിന്ദി സിനിമ. അതുകൊണ്ട് തന്നെ ഹിന്ദിയുടെ കാര്യത്തിൽ ഏകദേശം ഇപ്പോൾ ഒരു തീരുമാനമായിരിക്കുകയാണ്. കണ്ടന്റ് ഇല്ലാത്ത സിനിമകൾ ഒന്നും അവിടെ ഓടുന്നില്ല. പക്ഷെ നമ്മുടെ മലയാളത്തിലേക്ക് വരുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഈ കൊല്ലം ഹിറ്റ് അടിക്കുന്ന സിനിമകൾ മലയാളത്തിൽ നിന്ന് മാത്രമാണ് ഇറങ്ങിയിരിക്കുന്നത്. വലിയ നിങ്ങൾ ഈ പറയുന്ന ഹിന്ദിയിലെ വലിയ കളക്ഷൻ മാർജിൻ ഒന്നും ഇല്ലെങ്കിലും നമ്മുടെ ഇറങ്ങുന്ന സിനിമകളൊക്കെ എല്ലാ ദേശീയ തലത്തിലൊക്കെ അംഗീകരിക്കപ്പെടുന്നുണ്ട്. ആ കാഴ്ചക്കാരേറുന്നുണ്ട്, മലയാള സിനിമയ്ക്ക് ഫാൻസ് കൂടുന്നുണ്ട്. അപ്പൊ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് 3 ആൾക്കാർ നാഷണൽ അവാർഡ് മേടിച്ചിരിക്കുകയാണ്. ലാലേട്ടൻ, ഉർവശി, വിജയരാഘവൻ. 3 മലയാളത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തി, മലയാള സിനിമയിൽ പുത്തൻ പ്രതീക്ഷകൾ നൽകി മലയാളത്തിലേക്ക് പല അവാർഡുകളും എത്തിച്ചിരിക്കുകയാണ്. ഇനിയും അടുത്ത കൊല്ലമൊക്കെ ഒരുപാട് അവാർഡുകൾ വരാറുണ്ട്. മലയാള സിനിമയുടെ ഒരു കുതിപ്പിന് ഇതൊരു മുതൽക്കൂട്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും അവാർഡ് നേടിയ എല്ലാവർക്കും അഭിനന്ദനം അറിയിച്ചുകൊണ്ട് അടുത്ത മലയാള സിനിമ മറ്റൊരു തലത്തിലേക്ക് എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.